നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. നമ്മൾ ഇന്ന് മുംബൈ വേഴ്സസ് SRH മാച്ച് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അരുൺ ബ്രോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ നമ്മൾ മല്ലു സ്പെക്ടേറ്റർ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും വളരെ കോമഡി ആയിപ്പോയി. എല്ലാ ടീമുകൾക്കും പണി കൊടുത്തുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് അങ്ങനെ കീഴടങ്ങിയിരിക്കുകയാണ്. വളരെ പരിതാപകരമായിട്ടുള്ള ടീം സെലക്ഷൻ, പരിതാപകരമായിട്ടുള്ള ബോളിംഗ് ചേഞ്ചസ് എന്ന് കണ്ട സർവ്വമാന കാര്യങ്ങളിലും നിരാശപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ്. എല്ലാവരുടെയും പ്രതീക്ഷയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ്, ഗുജറാത്ത്, അങ്ങനെ ഡൽഹി അടക്കമുള്ള മറ്റ് ടീമുകളെല്ലാം മുംബൈ പ്രതീക്ഷിച്ചിരുന്നപ്പോഴത്തേക്ക് ഒരു രീതിയിലുള്ള നന്നാവാനുള്ള ഒരു ലക്ഷണവന്മാർ കാണിച്ചില്ല എന്നുള്ളതാണ് വളരെ നിരാശപ്പെടുത്തി. അതുപോലെ തന്നെ SRH ലുക്കിംഗ് വെരി ഡേഞ്ചറസ് ബ്രോ. ക്ലാസ്സിനും കൂടെ ഫോമിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇന്ന് അടിച്ച അടിയൊക്കെ വേറെ ലെവലാണ്. അതുപോലെ ഹെഡ് ഫോമിലേക്ക് വരുന്നു. ഇഷാൻ മല്ലിംഗയും കമ്മിൻസും ഒരേപോലെ തന്നെ ഫോമിലേക്ക് വന്ന് നിൽക്കുന്നു. മൊത്തത്തിൽ ഇവന്മാർ വേറെ ലെവലായി മാറിക്കൊണ്ടിരിക്കണല്ലോ. ബ്രോയുടെ ക്യാമറ മൂവ് ചെയ്യുന്നില്ല. അങ്ങനെ ദൈവത്തിൻ്റെ പോരാളികൾ പൊരുതി വീണു, അല്ലാതെ എന്ത് പറയാൻ. പക്ഷെ എന്നിരുന്നാൽ തന്നെ നല്ലൊരു കളിയായിരുന്നു. ബ്രോ പറഞ്ഞ കൂട്ട് ഒരു ടീം സെലക്ഷൻ മുതൽ ബോളിംഗ് ചേഞ്ചസ് മുതൽ അങ്ങോട്ട് വൻ പരാജയമായിരുന്നെങ്കിലും ഒരു എൻ്റർടൈനർ എന്നുള്ള നിലയിൽ രണ്ട് പേരുടെയും സൈഡിൽ നിന്നുള്ള ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റിംഗ് കാണാൻ പറ്റി എന്നതിലുപരി ഈ വളരെ നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് MIയുടെ നിന്ന് വന്നത്. നമ്മളുടെ അവിടെ നിന്ന് MIയുടെ ബാറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം എന്ന് കരുതുന്നു ഞാൻ. MIയുടെ ബാറ്റിങ്ങിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 6 ഓവേഴ്സ് MI ജയിച്ചു. വിൽ ജാക്സ് എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ എന്തുകൊണ്ട് ടോപ്പ് ഓർഡറിൽ അല്ലെ ഓപ്പണറായിട്ട് ഇറങ്ങണം എന്ന് നമ്മൾ ഈ വീഡിയോയുടെ അല്ലെ ഇതിൻ്റെ പ്രിവ്യൂവിൽ സംസാരിച്ചതാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്നത് വളരെ ജസ്റ്റിഫയബിളായിട്ട് പുള്ളി ഈ തവണ തെളിയിച്ചു. കാരണം ഇങ്ങനൊരു ഹിസ്റ്ററി ഉണ്ട് വിൽ ജാക്സന്. അമ്പെ പരാജയപ്പെട്ട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പുള്ളിയുടെ ഒരു കടന്നുവരവും അവിടുന്ന് ഒരു GTക്കെതിരെയാണെന്ന് തോന്നുന്നു ഒരു കളി കളിച്ചിട്ടാണ് ടോട്ടൽ ആ തവണ ബാംഗ്ലൂരിൻ്റെ മൊമെൻറ്റം തന്നെ ചേഞ്ച് ചെയ്തത്. അതെ, 6:35 ഹാഫ് സെഞ്ചുറി അടിച്ചിട്ട് 6:42 സെഞ്ചുറി അടിച്ചൊരു വ്യക്തിയാണ്. അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് രീതിയിൽ 50 to 100 ബൈ ടൈം ബേസിസിൽ കളിച്ച ഒരാളാണ് വിൽ ജാക്സ് എന്ന് പറഞ്ഞാൽ. അതേ കൂട്ട് തന്നെ വിൽ ജാക്സ് റീസെൻറ്റ് ഫോം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സഞ്ജു സാംസൻ്റെ ഈ 2-3 ഇന്നിങ്സ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് സുഖമായിട്ട് കിട്ടേണ്ട ഒരാളായിരുന്നു വിൽ ജാക്സ്. കാരണം ഇംഗ്ലണ്ടിനെ ഇത്രത്തോളം രക്ഷിച്ചത് വിൽ ജാക്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിൽ ജാക്സിൻ്റെ അഡീഷൻ എപ്പോഴും ടീമിന് വലിയ ചേഞ്ചസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് വളരെ എവിടെ ഉണ്ടായി. പവർ പ്ലേയിൽ എന്ന് പറയുമ്പോൾ 18 പന്തേൽ വിൽ ജാക്സ് 38 റൺ അടിച്ചു. റിക്കിൾട്ടൺ 18 പന്തേൽ 37 റൺ അടിച്ചു. സൂപ്പർ പവർ പ്ലെയറാണ്. പക്ഷെ അതിനുശേഷമാണ് മുംബൈയുടെ അവിടെ കയ്യിൽ ഒരു പോയിന്റ് കളി കൂടെ വിട്ടു ആഡ് പോയത്. ചെയ്യാനുണ്ട്. ആഡ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാം. വിൽ ജാക്സ് ഒരു പ്രോപ്പർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു എതിരഭിപ്രായമില്ല. പക്ഷേ മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേയിങ് കോമ്പിനേഷനിൽ വിൽ ജാക്സ് ടോപ്പ് ഓർഡറിൽ വരുമ്പോൾ ഇന്ന് നമ്മുടെ നമൻദീർ, സൂര്യകുമാർ യാദവ്, അതുപോലെ തന്നെ ഇന്ന് തിലക് വർമ്മ കളിച്ചത് നമ്പർ 6 ആണ്. അപ്പോൾ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ ഒരു നീണ്ട നിര തന്നെ ആയിപ്പോയിട്ട് ലാസ്റ്റിൽ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരെ ഫിനിഷേഴ്സ് ഇല്ലാത്തൊരവസ്ഥ ഇന്ന് ബാറ്റിംഗ് ലൈനപ്പിലുണ്ട്. അത് നമ്മൾ പ്രിവ്യൂവിനും ഞാൻ പറഞ്ഞാണ്. ഇപ്പോൾ വിൽ ജാക്സ് ബ്രോ പറഞ്ഞു വിൽ ജാക്സ് ഓപ്പൺ ചെയ്യുമെന്ന്. അപ്പോൾ വിൽ ജാക്സ് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞാണ് വിൽ ജാക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം താഴോട്ട് പോവല്ലോ എന്നുള്ളത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബ്രോ പറയാൻ വരുന്നത് അത് തന്നെയാണ്. നമുക്ക് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് മുംബൈ സ്ലോ ആയി എന്നുള്ളത്. ഞാനിപ്പോൾ വിൽ ജാക്സിൻ്റെ ഓപ്പണിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. അവരുടെ ഒരു ബാറ്റിംഗ് കോമ്പിനേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞോളൂ. അതെ അതെ, ഇപ്പം ആ പവർ പ്ലേയിലാണെങ്കിൽ പോലും SRHൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അമ്പെ പരാജയപ്പെട്ട ഒരു പ്ലാനിങ് ആയിരുന്നു SRHൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായത്. അതിൽ ഓരോ ഓവർ ഇഷാൻ മലിംഗ എറിഞ്ഞ ഓരോ ഓവർ 6 ബോളും 6-ൽ 6ഉം പവർ പ്ലേയിൽ സ്ലോ ബോൾ എറിയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പുള്ളി 6 ബോളും സ്ലോ ബോൾ എറിഞ്ഞത് നല്ലൊരു ഓവറായിരുന്നു. അതിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അമ്പെ പരാജയപ്പെട്ട ഒരു പവർ പ്ലേ ആയിരുന്നു SRHൻ്റെ. വെരി പുവർ പ്ലാനിങ്. ഇപ്പോൾ നമ്മൾ ഈ റിക്കിൾട്ടൺ സെഞ്ചുറി അടിച്ചു, ഇത്ര റൺ അടിച്ചു. ഈ റിക്കിൾട്ടൺ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞതാണ് ഫ്ലിക്ക് ചെയ്യാനോ പുള്ള് ചെയ്യാനോ പുള്ളിക്ക് കൊടുക്കരുതെന്ന്. ഇതിൽ 2 ബൗണ്ടറി മാത്രമാണ് ഇത്ര റണ്ണിനകത്തിൽ പുള്ളി ഓഫ് സൈഡിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ലെഗ് സൈഡിലാണ് അവർ സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്ലാനും പദ്ധതി ഇല്ലാതാണ് SRH വന്നതെന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിട്ട് കണ്ടൊരു കാര്യമാണ്. പിന്നെ വിൽ ജാക്സിൻ്റെ വിക്കറ്റ് എടുത്ത ബോൾ അതും പ്രത്യേകിച്ച് പറയണം. ഈ നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറഞ്ഞ ബോളറിൻ്റെ ഒരു എവല്യൂഷനാണ് ഈ IPL കണ്ടത്. ഒരു 6 മാസം മുമ്പ് വരെ 130 km/h സ്പീഡിൽ എറിഞ്ഞുകൊണ്ടിരുന്ന നിതീഷ് കുമാർ റെഡ്ഡി ഇന്ന് പുള്ളിയുടെ കരിയറിലെ ഫാസ്റ്റസ്റ്റ് ബോൾ എറിഞ്ഞു 141. അതിലാണ് വിൽ ജാക്സിൻ്റെ വിക്കറ്റ് കിട്ടുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു മാറ്റമാണ് നിതീഷ് കുമാർ റെഡ്ഡിയിൽ നിന്ന് വന്നത്.
ഒരു ഓൾറൗണ്ടർ എന്നുള്ള രീതിയിൽ പക്കാ ഇവോൾവ് ആയി രീതിയിൽ പുള്ളി വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആയി. പിന്നെ മുംബൈയുടെ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മുംബൈക്ക് വേണ്ടി ഇൻഡിവിജ്വലി ഫാസ്റ്റസ്റ്റ് സെഞ്ചുറിയാണ് റിക്കൾട്ടൺ അടിച്ചത്. മുംബൈക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്ത ബാറ്റ്സ്മാൻ ഇനിയും റിക്കൾട്ടൺ ആയിരിക്കും. അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ബോളിങ്ങിലാകെ അവിടെ പറയാൻ ഇഷാൻ മലിംഗയുടെ ഒരു പെർഫോമൻസ് മാത്രമേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കി എല്ലാവരും ഒരു പുവർ എക്സിക്യൂഷൻ ഓഫ് ലൈനായിപ്പോയി, പ്യുവർ എക്സിക്യൂഷൻ ഓഫ് ലെങ്ത് ആയിപ്പോയി. പിന്നെയും ലാസ്റ്റ് വന്നിട്ടാണ് കമ്മിൻസ് ഒരു ഓവർ മാനം മര്യാദയ്ക്ക് എറിഞ്ഞത്. ഇവരെ ഹിസ്റ്ററി എടുത്ത് നോക്ക്, കഴിഞ്ഞ കളി രണ്ട് നോക്ക്. ഓവർ. ഇതേപോലെ തന്നെ രാജസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും അടി മേടിച്ച് വന്നു. ഡെപ്ത് ഓവറിൽ, അതായത് രാജസ്ഥാൻ 240 അല്ല 250 പോകേണ്ടടുത്ത് ഡെപ്ത് ഓവറിലാണ് ഇവർ എറിഞ്ഞ് പിടിച്ചത്. അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതെ. ഇടയ്ക്ക് നല്ല രീതിയിൽ അടി മേടിച്ച് വന്നു, ഡെപ്ത് ഓവറിൽ ഇവർ പിടിച്ചു. എനിക്ക് ഓർമ്മ വരുന്നത് എന്തോന്നറിയാമോ, ഞാൻ 17th പറയാം. എനിക്ക് ഇതിനകത്തിൽ ഓർമ്മ വരുന്ന കാര്യം വെച്ചാൽ ഇന്ത്യ ഇംഗ്ലണ്ട് T20 സെമി ഫൈനലിൽ രോഹിത് ശർമ്മ ICCയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഗ്രൗണ്ടിൽ കൂടെ നടന്നു പോകുമ്പം സൂര്യകുമാർ യാദവ് ഓടി വന്ന് കൈ കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ബൈ ടോസ് കിട്ടിയ എന്ത് ചെയ്യണം. അപ്പോൾ അതിനകത്തിൽ രോഹിത് ശർമ്മ പറയുന്നു, പാകലേക്കാ ടോസ് ജീതനേക്കെ ബാത് ബോളിംഗ് ഡാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ ടീമിലിരിക്കുകയാണ് ഇങ്ങനെ ഒരു തീരുമാനം. ആ ട്രാക്ക് എന്ന് പറയുന്നത് RCBക്ക് എതിരെ കളിച്ച ട്രാക്കാണ്. ആ ട്രാക്ക് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെതിരെ കളിച്ച ട്രാക്കാണ്. അത് ഹൈ സ്കോറിങ് ട്രാക്കാണ്. അവിടെ 240 250 പോരാ. അത് സെമി ഫൈനലിൽ തെളിയിച്ചതാണ്, RCB കളിച്ച് തെളിയിച്ചതാണ്. അത് 240 എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പാർ സ്കോറാണ്. അവിടെ ഭയങ്കര രീതിയിൽ ഒരു 20-30 റണ്ണ് 240 അടിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 20-30 റണ്ണ് ഷോട്ടാണെന്ന്. പക്ഷേ 20-30 റണ്ണ് അവിടെ ഷോട്ട് തന്നെയാണ്. ഈ വിൽ ജാക്സ് ഔട്ട് ആയതോടെ ടോട്ടൽ മിഡിൽ ഓർഡർ ഭയങ്കരമായിട്ട് കൊളാപ്സ് ആവുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിന് മുമ്പത്തെ കളികളിൽ നമ്മളതിനെ കണ്ടിട്ടുള്ളത്. എന്തിനാണ് ഈ സൂര്യകുമാർ യാദവ് 1 ഡൗൺ ഇറങ്ങിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. സൂര്യകുമാർ യാദവ് ഇന്ത്യക്ക് വേണ്ടി പോലും 2nd ഡൗൺ ഇറങ്ങുന്ന പ്ലെയറാണ്. അവിടെ ഇറങ്ങേണ്ടിയിരുന്ന ആള് തിലക് വർമ്മയായിരുന്നു. ഇത്രയും ഫൈൻ ടച്ചിലിരിക്കുന്ന പ്ലെയറിനെ എന്തുകൊണ്ട് അബ്ദ് ഓർഡർ കളിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ സീസണിൽ പോലും ഒരു ബോൾ പോലും മര്യാദയ്ക്ക് ബാറ്റിൽ കൊള്ളാത്ത, മോശമാണ് അങ്ങനെ പറയുന്നത്, പക്ഷേ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒരു രീതിയിലും ഒരു അങ്ങനെ തന്നെ ടച്ചിലാവാത്ത ഒരു പറയേണ്ടി വരും. പ്ലെയറിനെ 1 കാരണം ഡൗണിലേക്ക് ഇറക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ ബ്ലണ്ടറാണ്. 5 ബോളിൽ 5 റൺ, അവിടെ പോയി മൊമെൻറ്റം അവിടെ ബ്രേക്കായി. തൊട്ടുപുറകെ വന്നു നമന്തീർ 17 പഞ്ച് 22. തൊട്ടുപുറകെ വന്ന ഹർദിക് പാണ്ഡ്യ വലിയ ഡിഫറൻസ് ഉണ്ടാക്കി. 15 പന്തിലും 31 റണ്ണാണ് എടുത്തത്. പിന്നെ വന്നു തിലക് നവൻതീറിന്റെ വർമ്മ ഇന്നിങ്സ് 5 പന്തിൽ പറയണം. 7. നവൻതീറിന്റെ ഇന്നിങ്സ് ആണ് അവിടെ ഒരു മൊമെന്റം ഷിഫ്റ്റ് ഉണ്ടാക്കിയത്. ആ നവൻതീറിന്റെ ഇന്നിങ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ അടി വന്നിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ സ്കോർ പോയത്. ഒരു 10 to 11 അതെ, ആ hours ഒരു നവൻതീർ ബാറ്റ് മൂന്ന് ചെയ്തുകൊണ്ടിരുന്ന പേരെന്ന് സമയത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ലോ ആയി. അതെ, ആ 3 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 27 പന്ത് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 5 ഓവർ അങ്ങ് വിഴുങ്ങി. 5 ഓവറിൽ റണ്ണേ ബോൾ പോലും എടുക്കാതായിപ്പോയി ആ 3 പേരോടെ ചേർന്ന്. അവിടാണ് ടോട്ടലി കളി SRHന്റെ കയ്യിലേക്ക് വന്നത്. SRHന് നല്ല രീതിയിൽ അറിയായിരുന്നു ഒരു 250 താഴെ ഒതുക്കി കളഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ജയിക്കാം എന്നുള്ള നല്ല കോൺഫിഡൻസ് അവരിലുണ്ടായിരുന്നു. അവരങ്ങനെ തന്നെയാണ് ഹാഫ് ടൈം അവിടെ നിന്ന് പോയത്. അതിനുശേഷം മറുപടി അതിനകത്തൊരു ബാറ്റിങ്ങിന് കണക്കെന്താ വന്ന വെച്ചാൽ 16th ഓവറിൽ മുംബൈയുടെ സ്കോർ 202 ആണ്. 4 ഓവർ ശേഷിക്കെ. അവിടുന്ന് സുഖമായിട്ട് ഈ ബാറ്റിംഗ് ട്രാക്കിൽ സുഖമായിട്ട് ഒരു 60 റൺസ് വരേണ്ടതാണ്. 15 റൺസ് പെർ ഓവർ ഈസിലി വരേണ്ടതാണ്. അവിടെയാണ് SRH അതിനെ പിടിച്ച് അതിനെ ഒരു 42 അല്ലെങ്കിൽ 41 റൺസ് ആക്കി ചുരുക്കിയത്. അവിടെയാണ് കമ്മിൻസിന്റെ ഒരു ഓവർ 17th ഓവർ 6 റൺസ് മാത്രം വിട്ടുകൊടുത്തൊരു ഓവറും 19th ഓവർ നമ്മുടെ ഷക്കീബ് ഹസന്റെ ഒരു ഓവർ 8 റൺസ് മാത്രം വിട്ടുകൊടുത്തൊരു ഓവറും ആ 2 ഓവർ വളരെ ക്രൂഷ്യലായി അവിടെ. ഇതിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ SRH ആകെ 14 കളി കളിച്ചതിൽ ഇതിനു മുമ്പ് ഈ കളി കൂട്ടാതെ 14 കളിച്ച കളികളിൽ 2 കളി മാത്രമേ അവിടെ വാങ്കഡയിൽ ജയിച്ചിട്ടുള്ളൂ. ഇതൂടെ ചേർത്തിട്ടാണെങ്കിൽ 15-ൽ 3. അതായത് 14 2 കളി മാത്രം ജയിച്ചിട്ടുള്ള ഒരു ടീം ഇങ്ങനെ ഒരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ഹോം ടീമിന്റെ വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. മുംബൈ കഴിഞ്ഞ 19 തവണ ഇത് കൂടാതെ ഈ 19 തവണ 200+ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 18 തവണയും ജയിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. പഴയ മുംബൈയുടെ ഒരു ആഠ്യത്വവും പ്രൗഢിത്യവും എല്ലാം പോയി. അവർ 2020 കപ്പടിച്ച ടീമിനെയും കൊണ്ട് ഒതുക്കി വന്നു കഴിഞ്ഞാൽ ഈ തവണ പണി നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ T20യുടെ ടോട്ടൽ ഇൻറ്റൻറ്റ് മാറിയത് അവരിപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാണ്. അവർ കോച്ചിങ് സ്റ്റാഫ്സിൻ്റെ അനലൈസ് ചെയ്താണ്. ഈച്ച് ആൻഡ് എവറി പ്ലെയേഴ്സിൻ്റെ വീക്ക്നെസ് നമ്മൾ അനലൈസ് ചെയ്താണ്. മുമ്പോട്ടുള്ള വീഡിയോകൾ അതെല്ലാം ചെയ്താണ്. അത് പിന്നെയും ഒന്നുകൂടെ തെളിയിച്ചു.
നേരെ മറിച്ച് പവർ പ്ലേയിൽ വന്നു. നമ്മളെന്നല്ല, ലോകത്തിൽ എല്ലാവരും കരുതിയത് എന്താ, ഫസ്റ്റ് ഓവർ ബുംറ എറിയും, സെക്കൻഡ് ഓവർ വിൽജാക്സ് എറിയും. ഫസ്റ്റ് ഓവർ ബുംറ എറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു 10 റണ്ണിന് താഴെയാണ്, അല്ല ഒരു 7 റണ്ണ് 8 റണ്ണ് വിട്ടു കൊടുത്തിരുന്നെങ്കിൽ വിൽജാക്സിനെ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചേനെ. അതിൽ കൂടെ വിൽജാക്സ് ഒരു വിക്കറ്റ് എങ്ങനെയെങ്കിലും എടുത്തതിന്. മൂന്നാമത്തെ ഓവറും ബുംറ എറിയും എന്ന് പറഞ്ഞതാണ്. ഇത് പിന്നെയും നാലാമത്തെ ഓവറാണ് പിന്നെയും കൊണ്ടുവരുന്നത് വിൽ ജാക്സന്. അതെ, ഇത് പിന്നെയും പിന്നെയും തോറ്റ ഒരു സ്ട്രാറ്റജി അവർ പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഇങ്ങനെയാണ് ഇവർ 7 കളി തോറ്റത്. അങ്ങനെയാണ് ബോൾട്ടിനെ പുറത്തിരുത്തിയത്. പിന്നെയും ബോൾട്ടിനെ കൊണ്ടുവരുന്നു, പിന്നെയും തടയുക. കൊണ്ടുവരുന്നത് ഇവർ പിന്നെ എന്താണ് ഈ തോൽവിയിൽ നിന്ന് ഉൾക്കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബുംറ എറിയാൻ വന്നപ്പോൾ ബോൾട്ടിന്റെ തന്നെ അവർക്ക് വേണ്ട മൂന്നാമത്തെ റണ്ണായി. ഓവറിൽ 18 റൺസാണ് അടിക്കുന്നത്. അതെ, ബൂമർ എറിയാൻ വന്നപ്പോഴേ അവർക്ക് വേണ്ട റണ്ണായി. വിൽജാക്സ് എറിയാൻ വന്നപ്പോഴത്തേക്കിന് ബാറ്റ്സ്മാൻമാർ രണ്ടുപേരും സെറ്റായി. സെയിം മിസ്റ്റേക്ക്. ബുംറയെ എന്തിനാണ് ഈ 6ാമത്തെ ഓവർ എറിയിക്കുന്നത്? എന്തിനാണ് ബുംറയെ 6ാമത്തെ ഓവർ എറിയിക്കുന്നത് എന്നുള്ള റീസൺ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്നാൽ പിന്നെ ആ ഡെപ്തിലേക്ക് റിസർവ് ചെയ്യുക ആ ഒരു ഓവർ. പവർ പ്ലേ കഴിഞ്ഞിട്ട് ഏഴാമത്തെ ഓവറിലേക്ക് വന്നിട്ട് അശ്വിനി കുമാറിനെയാണ് അവിടെ കൊണ്ടുവരുന്നത്. അടുത്ത ബ്ലണ്ടർ. അതിനുശേഷം കൊണ്ടുവരുന്ന ഹർദിക് പാണ്ഡ്യ വന്ന് എറിയാണ്. അതായത് ഒരു സ്ട്രൈക്ക് ബോളറിനെ ഈ ഒരു സീസണിൽ മുംബൈക്ക് വേണ്ടി സ്ട്രൈക്ക് ചെയ്ത ഒരേ ഒരു ബോളർ ഉണ്ടെങ്കിൽ അത് അല്ലാ ഗസൻഫറാണ്. അല്ലാ ഗസൻഫറിനെ പവർ പ്ലേ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓവർ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഏതൊരാളും ചിന്തിക്കുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്. ശരി, 7ാമത്തെ ഓവർ കൊണ്ടുവന്നില്ല, 8ാമത്തെ ഓവർ കൊണ്ടുവന്നില്ല, 9ാമത്തെ ഓവർ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഈ ക്യാപ്റ്റൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് 9ാമത്തെ ഓവർ വന്നിട്ട് 2 വിക്കറ്റ് എടുത്ത് ബ്രേക്ക് ത്രൂ കൊടുക്കുകയും ചെയ്ത ആ ബോളർ. അത് ആ 7ാമത്തെ ഓവർ വന്ന് ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ സുഖമായിട്ട് അവർ മൊമെന്റം ബ്രേക്ക് ചെയ്യുകയും കളി പിടിക്കുകയും കുറച്ചും കൂടെ ഒരു ഇതുണ്ടാക്കുകയും ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ മണ്ടത്തരങ്ങൾ കാണിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പം നമ്മൾ മനസ്സിലാവും. ഇവരുടെ കളി ഈ അശ്വിനി ഹർദിക് കുമാറിനെ പാണ്ഡ്യയുടെ കുറിച്ച് കിളി പറഞ്ഞാൽ പോയതാണ്. തന്നെ എനിക്കറിയത്തില്ല. ഈ അശ്വിനി കുമാറിനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പ്രീവിയസ് കളികൾ നോക്കിക്കഴിഞ്ഞാൽ പവർ പ്ലേയിൽ സ്ട്രക്ക് ചെയ്തൊരു ബോളറാണ്. അത് പവർ പ്ലേയിൽ വിക്കറ്റ് എടുത്ത ആദ്യത്തെ കളി 4 വിക്കറ്റിനും പിന്നീടുള്ള കളി തരക്കേടില്ലാത്ത രീതിയിലും ബോൾ ചെയ്തൊരു ബോളറാണ് ഈ അശ്വിനി കുമാർ. പുള്ളിയെ ഈ തവണ 6ാമത്തെ ഓവറിലേക്ക് എന്തുകൊണ്ട് പവർ പ്ലേ റീച്ചില്ല എന്നുള്ള ഒന്നാമത്തെ ചോദ്യമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഹർദിക് പാണ്ഡ്യ ഈ പറയുന്ന പോലെ ഒരു എന്തുകൊണ്ട് ഈ 7 കളികൾ തോറ്റു എന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ 8ാമത്തെ കളി ഒന്നുകൂടെ കണ്ടാൽ മതി. അപ്പോൾ അറിയാൻ കഴിഞ്ഞ 7 കളികൾ എന്തുകൊണ്ട് തോറ്റു എന്ന്. സത്യം പറഞ്ഞാൽ ഹർദിക് പാണ്ഡ്യ അയാളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ പറയാം. അതായത് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇപ്പോഴല്ല പോയത്, ഈ സീസൺ തുടങ്ങി കുറച്ച് മാച്ചസ് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ പുള്ളി ഇങ്ങനെ അഭിനയിക്കുകയാണ്. അതായത് പിന്നെ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഞാൻ ഓക്കെയാണ്, എൻ്റെ ടീം ഓക്കെയാണ്, എൻ്റെ സ്ട്രാറ്റജിയൊക്കെ ഓക്കെയാണ്, ബട്ട് ബാഡ് ലക്ക് കൊണ്ടോ കാര്യങ്ങൾ വർക്കാവുന്നില്ല, എന്തോ ശരിയാവുന്നില്ല എന്നുള്ളൊരു ഫീല് കൊണ്ടുവന്നുകൊണ്ട് ഇന്നൊക്കെ സത്യം പറഞ്ഞാൽ അവസാനം കളി എനിക്കൊന്ന് ഒരു 10-12 ഓവറൊക്കെ ആയപ്പോഴത്തേക്ക് ക്ലാസ് ഒന്ന് അടിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് കളി കയ്യിൽ നിന്ന് പോയ സമയത്ത് ഹർദിക് പാണ്ഡ്യയുടെ ഫേസിൽ അത് നന്നായിട്ട് അറിയാനുണ്ട് കളി കയ്യിൽ നിന്ന് പോയെന്ന്. എന്നിട്ടും പുള്ളി ഇങ്ങനെ ഫീൽഡ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് നിൽക്കുക അങ്ങോട്ട് നിൽക്കുന്നൊക്കെ പറയുന്നത്. അതായത് പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവിടെ. പക്ഷെ പുള്ളിക്ക് തന്നെ അറിയാം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി, സംഭവം കൈവിട്ട് പോയി എന്നുള്ളത്. അതാണ് അവസ്ഥ. നമ്മുടെ ഈ ക്ലാസിൻ്റെ പോട്ടെ, ട്രാവിസ് ഹെഡിൻ്റെ ഇന്നത്തെ കളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എല്ലായിടത്തും നമ്മുടെ വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയ ഗ്രൗണ്ടിലൊരു കളി കാണും. അവിടെ എക്കാലത്തെ ഒരു മികച്ച ഒരു ബാറ്റ്സ്മാൻ ഉണ്ടാവും. പുള്ളിക്കെതിരെ ഒരു വീക്ക് ബോളർ എറിയുമ്പോൾ 4 അടിച്ചിട്ട് നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്ന കൂട്ടാണ് ഇന്ന് ട്രാവിസ് ഹെഡ് 4 അടിച്ചിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു. ലൈക്ക് പുള്ളി എന്ത് കൂളായിട്ടാണ് നിൽക്കുന്നതെന്ന് ഞാൻ ഇന്നേ വരെ ട്രാവിസ് ഹെഡിനെ ഇങ്ങനെ കണ്ടിട്ടില്ല ബാറ്റിങ്ങിൽ, ഇന്നേ വരെ. പിന്നെ ഫീൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അമൻദീർ അടുപ്പിച്ച് 2 ക്യാച്ച്, അടുപ്പിച്ചല്ലെങ്കിൽ പോലും അടുത്തടുത്ത സമയങ്ങളിലായിട്ട് 2 ക്യാച്ചാണ് ഡ്രോപ്പ് ചെയ്തത് ഏകദേശം ഒരേ ഏരിയയിൽ. അതും 2 തവണയും ഒരേ മിസ്റ്റേക്ക് തന്നെയാണ് പുള്ളി കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അവിടെ ഷോർട്ട് ബൗണ്ടറിയാണ്, ഓൾറെഡി ലെഫ്റ്റ് പിച്ചിലാണ് കളിക്കുന്നത്. ഓഫ് സൈഡ് എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി അടുത്താണ്. അവിടെ തന്നെ ഒരു 5 മീറ്റർ 10 മീറ്റർ മുന്നോട്ട് കയറി നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. പുള്ളി ആദ്യത്തെ ക്യാച്ച് തന്നെ ബൗണ്ടറി ലൈൻ്റെ അടുത്തായിരുന്നെങ്കിൽ സിംപ്ലി കപ്പിൽ അത് ക്യാച്ച് ചെയ്യായിരുന്നു. ഇത്രയും ചാടൻ്റെയോ അക്രമം കാണിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പുള്ളി ഇന്ന് 2 ക്യാച്ചാണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അന്നേരമേ ആ ഒരു ക്യാച്ച് എടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞിട്ട് ഒരു 4 സ്റ്റംപ് വീക്ക്നെസ് ഹെഡ് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു 4 സ്റ്റംപിൽ എറിഞ്ഞു, നിക്ക് ചെയ്തു, പോയിന്റല്ല തേർഡ് മാനിന് ഒരു 4th 5th സ്ലിപ്പ് എന്നുള്ള രീതിയിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. വിൽജാക്സ് ആയിരുന്നു തോന്നുന്നു. വിൽജാക്സിൻ്റെ അതിന് ക്യാച്ച് പോകുന്നു. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഒരു ഫേവറബിളായിട്ട് മുമ്പേക്ക് നടന്നിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഒരു സാധ്യത ഉണ്ടായേനേമായിരുന്നു. കാരണം ഒരു ഫസ്റ്റ് ഇന്നിങ്സിൽ ഒഴികെ സെക്കൻഡ് ഇന്നിങ്സിൽ ബോൾ 1 യോർക്കറായിരുന്നു. പിന്നെ അങ്ങോട്ട് മുംബൈ പിക്ചറിലേ ഇല്ല. ബോൾ 2 ആയപ്പോഴത്തേക്കിനെ മുംബൈ തോറ്റു. പവർ പ്ലേ കഴിഞ്ഞപ്പോഴത്തേക്കിന് തന്നെ ഈ 10 ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും വലിയൊരു ചേസിനകത്തിൽ പിന്നീട് വേണ്ട റൺ റേറ്റ് 110 ആണ്. അതിൽ എടുത്തു പറയേണ്ടതാണ്
ക്ലാസിൻ്റെ പെർഫോമൻസ് നമ്മൾ ആദ്യമേ തന്നെ ഒരു പ്രിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു ക്ലാസ്സിന് ഔട്ട് ഓഫ് ഫോം ആണെന്ന് പറഞ്ഞ് നമ്മുടെ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ക്ലാസ്സിന് ഔട്ട് ഓഫ് ഫോം അല്ല, ക്ലാസ്സിനെല്ലാം നന്നായിട്ട് മിഡിൽ ചെയ്യുന്നുണ്ട്. പുള്ളി പ്രാക്ടീസിൽ അതാണ് വരുന്നത്, റെസ്റ്റി ആയിട്ടാണ് വരുന്നത്. ടൂർണമെൻറ്റ് പുരോഗമിക്കുന്നതോടും, അതായത് പുള്ളി കൂടുതൽ ബോൾ ഫേസ് ചെയ്യുന്നതോട് തോറും പുള്ളിയുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഹെൻറി ക്ലാസിൻ്റെ കളി കണ്ടത്. 30 പന്തേ ഫേസ് ചെയ്തുള്ളൂ, 65 റൺ അടിച്ചു. ഒറ്റയ്ക്ക് കളി അവിടെ കൊണ്ട് അവസാന താണി അടിച്ചു. ബൂമറെ കവറിന്റെ എക്സ്ട്രാ കവറിന്റെ മേളിൽ കൂടെ ഒരു സിക്സ് ഒക്കെ അടിച്ചു. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത ഷോട്ട്. അത് എക്സ്ട്രാ പുള്ളിയുടെ കവറിന്റെ മേളിൽ കൂടെ സിഗ്നേച്ചർ ഷോട്ടാണ്, അടിച്ചുണ്ടോ? പുള്ളിയുടെ സിഗ്നേച്ചർ ഷോട്ടാണ്. ബാക്ക് ഫുട്ടിൽ നിന്നുകൊണ്ട് പഞ്ച് ചെയ്ത് കവറിന്റെ മണ്ടയിൽ കൂടെ കളി എന്നുള്ളത് പുള്ളിയുടെ സിഗ്നേച്ചർ ഷോട്ടാണ്. അവിടെ തന്നെയാണ് സ്പിന്നേഴ്സ് എറിഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പുള്ളിക്ക് സെറ്റ് ചെയ്യുന്ന കണ്ടോണം, അവിടെ എറിഞ്ഞിട്ട് കവറിനെ ഇറക്കി നിർത്തിയേക്കുക. പുള്ളിയുടെ സ്ട്രോങ് ഏരിയ ആണത്. അത് കളി കാണുന്ന ഒരു വിധപ്പെട്ട ക്ലാസ്സിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. പുള്ളിയുടെ സ്ട്രോങ് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്ലാസിൻ്റെ ലോവർ ബോഡി ഭയങ്കര സ്ട്രോങ് ആണ്. ബാക്ക് ഫുട്ടിൽ നിന്ന് പുള്ളി ചുമ്മാ വീശ തന്നെ സിക്സ് പോവും. എന്നിട്ട് കവറിനെ ഇറക്കി നിർത്തിയിട്ട് വൈഡ് ലെങ്തിൽ കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടി മേടിച്ചില്ലെങ്കിലേ ഉള്ളൂ, അല്ലെ ക്ലാസ്സിന് കണ്ണ് കിട്ടിയില്ലെങ്കിൽ കളിക്കണം. ആ ഒരു കളി അല്ലാത്തതുകൊണ്ട് എന്തുവരും കിട്ടും. ഇപ്പം ഇതിനകത്തിൽ മുംബൈ ആകെ ചെയ്തൊരു കാര്യം, സലീൽ അറോറ അവസാനത്തെ, അതായത് എങ്ങനെ ഒരു ഫിനിഷർ കളിക്കണമെന്ന് മുംബൈയെ കാണിച്ചു കൊടുത്ത ആളാണ് സലീൽ അറോറ. 10 പന്ത് വന്നു, 30 റൺ അടിച്ചു. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഇവരെന്തിനാണ് ഷർദുൽ ഠാക്കൂറിനെ ഇമ്പാക്ട് സബായിട്ട് ഇറക്കിയെന്ന. ബാറ്റിങ്ങും ഇല്ല, ബോളിങ്ങും ഇല്ല, ഫീൽഡിങ്ങിൽ മാത്രം. എനിക്കൊന്നും മറ്റേ പയ്യൻ കണ്ണാടി വെച്ചത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഈ ഗ്രൗണ്ടിൽ ഒരാൾ കണ്ണാടി ഉള്ളത് മതി, എന്നുകൊണ്ട് അവൻ്റെ അടുത്ത് ഇറങ്ങി പോകാൻ പറഞ്ഞതായിരിക്കും. അല്ലല്ല, ഇത് അതാ ഞാൻ പറഞ്ഞ ഹർദിക് പാണ്ഡ്യയുടെ കിളി പോയെന്ന് പറയാം. ഹർദിക് പാണ്ഡ്യ പുറമേ മസിൽ പിടിച്ച് നിൽക്കുന്നതേ ഉള്ളൂ, പുള്ളിയുടെ എല്ലാം പോയി. ഈ കളിയല്ല, ഇതിന് മുമ്പ് തന്നെ പോയി. ഇപ്പൊ ഇന്നിപ്പോ ഈ എടുത്ത തീരുമാനം ഈ ഷർദുൽ താക്കൂറിനെ കൊണ്ടുവന്നിട്ട് പിന്നെ യൂസ് ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നില്ല എന്ന്. അതായത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൊണ്ടുവന്നു, പിന്നെ ഓരോ ഓവർ കഴിയുമ്പോൾ പുള്ളി ഓരോരോ പുതിയ ആൾക്കാർ, പിന്നെ ബൂമറെ എയർലി ആയിട്ട് കൊണ്ടുവരുന്നു, എന്നിട്ട് അടി വാങ്ങിക്കുന്നു വീണ്ടും. അങ്ങനെയൊക്കെ പുള്ളിയുടെ മൊത്തത്തിൽ കിളി പോയി. അപ്പോൾ ഈ ബൂമറ ഇന്ന് നല്ല എക്സ്പെൻസീവ് ആയിരുന്നേ. അപ്പോൾ ബൂമറയുടെ കാര്യത്തിൽ എനിക്ക് ഇന്ന് ഞാൻ കളി കണ്ടുകൊണ്ടിരുന്നപ്പോഴും തോന്നിയ കാര്യമാണ്, ബൂമറ നല്ല ക്യാപ്റ്റൻ്റെ അണ്ടറിലാണ് ബൂമറ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ബൂമറ ഒരു ക്യാപ്റ്റൻസ് ബോളർ ആണെന്നുള്ളത് പുള്ളി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിൽ വരുമ്പോഴത്തേക്ക് ബൂമറ അടികൊള്ളുന്ന കാണുമ്പോഴത്തേക്ക്, ഇപ്പോൾ സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീമിന് വേണ്ടി എറിഞ്ഞ അവിടെ ഇതിലും വലിയ, അതായത് 500 റൺസ് വന്നൊരു മാച്ചിൽ എറിഞ്ഞ് പിടിച്ചൊരു ബോളറാണ്. അപ്പോൾ ഈ പാട്ടാ പിച്ചിൽ എറിയത്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇംഗ്ലണ്ടുമായിട്ടുള്ള മാച്ചിൽ അന്ന് കളി ജയിപ്പിക്കുന്ന തന്നെ ബൂമറ. സോ അതെ, അപ്പോൾ അങ്ങനെ ഒരു ബോളർ ഈ രീതിയിൽ അടി വാങ്ങിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഒരു ക്യാപ്റ്റൻസ് ബോളർ ആയതുകൊണ്ട് ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് കറക്റ്റായിട്ടുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ അതിനുള്ള പ്ലാൻസും ഒന്നും വർക്ക് ആവാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ മുംബൈ എന്താ ചെയ്തു വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമിന് തലവേദന ഉണ്ടാക്കി കൊടുത്താണ് മുംബൈയെ കൊണ്ട് ഈ കളി കൊണ്ടുണ്ടായ പ്രയോജനം. അവരുടെ ഫോം ഔട്ടായി നിന്ന ട്രാവിസ് ഹെഡിനെയും ഇച്ചിരി ടച്ചില്ലാതെ നിന്ന സലീൽ അറോറയെയും കമ്പാരിറ്റീവ്ലി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിൽ നിന്ന നിതീഷ് കുമാർ റെഡ്ഡിയെയും എല്ലാവരെയും വിളിച്ചു വരുത്തി, എന്നാ മക്കളെ നല്ല രീതിയിൽ ഫോം ആയിക്കോ എന്ന് പറഞ്ഞ് ത്രോ ഡൗൺ ഹാഫ് ഫുള്ളി ഇട്ട് കൊടുത്ത് അവന്മാരെ കൊണ്ട് അടിപ്പിച്ച് തിരിച്ചു പറഞ്ഞു വിട്ടു. ഇനി അടുത്ത കളി SRH ആയിട്ട് കളിക്കുന്നവൻ്റെ തലവേദനയാണ്. പിന്നെ അങ്ങനെ ടോപ്പ് 4 നമ്മൾ പറഞ്ഞുവിട്ട് ഏകദേശം 5 കളി അടുപ്പിച്ച് വെച്ചു. ടോപ്പ് 4 ഏകദേശം നമ്മൾ പറഞ്ഞുവിട്ട് തന്നെ സെറ്റിലായി. ഇനിയും താഴെ ഒരു മുകളിലോട്ട് കയറ്റം ഇല്ല, ശബരിമല കയറുന്നുണ്ട്, കഠിനം തന്നെ അയ്യപ്പ, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇപ്പൊ ഇനി അങ്ങോട്ടുള്ള മാച്ചുകളെല്ലാം ഈ വലിയ ടീമുകൾ തോൽക്കണം. അപ്പൊ നാളെ RCB തോൽക്കണം, അതുപോലെ ഏതെങ്കിലും ഒന്ന് രണ്ട് ടീമുകൾ കണ്ടിന്യൂസ് ആയിട്ട് തോൽവി ഏറ്റുവാങ്ങിയാൽ മാത്രമേ ഇനി അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കൂ. 5 കളിയിൽ നിന്ന് 2 ജയിച്ചാൽ മതി. സെയിം വിത്ത് SRH, 5 കളി 2 ജയിച്ചാൽ മതി. ബാംഗ്ലൂരിന് 6 കളി 2 ജയിച്ചാൽ മതി. PB കേസിന് 6 കളി 2 ജയിച്ചാൽ മതി. താഴോട്ട് നോക്കുന്ന ഓരോ ടീമിനും അടുത്ത ഒരു 16ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 4 കളി ജയിക്കണം. അതായത് ഇനി മിനിമം തൊട്ട് താഴെ നിൽക്കുന്ന GTയുടെ കാര്യമാണ് പറയുന്നത്. 6 4 ജയിക്കണം, അതായത് ഓൾമോസ്റ്റ് 80% കൂടുതൽ കളി ജയിക്കണം. അതിൻ്റെ താഴോട്ട് പിന്നെ പറയുന്നുണ്ട് 85, 90, 95, 100 എന്നുള്ള രീതിയിൽ കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായി. ഇത്തവണ നമ്മുടെ ടോപ്പ് 4 ഏകദേശം ഈ ആഴ്ച കൊണ്ട് തന്നെ സെറ്റിലാവും എന്നുള്ളതാണ് മുംബൈയെ കൊണ്ടുണ്ടായ പ്രയോജനം. വളരെ വീഡിയോയുടെ ഒരു കമന്റിൽ KKR ഇവിടുന്ന് വന്ന് ക്വാളിഫൈ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കമന്റ്സിൽ. അതുപോലെ തന്നെ ചെന്നൈക്ക് ഏതെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചെന്നൈ ക്വാളിഫൈ ചെയ്തേക്കാം, അല്ലെങ്കിൽ GT ക്വാളിഫൈ ചെയ്തേക്കാം.
ഈ രണ്ട് ടീമാണ് സാധ്യത കാണുന്ന ടീം. ഡൽഹി ഞാൻ സപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞെങ്കിലും ഡൽഹിയിലൊക്കെ ഉള്ള പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു. ഡൽഹിക്കൊന്നും ചാൻസ് ഇല്ല. ചെന്നൈ അല്ലെങ്കിൽ GT, ഈ രണ്ടിലേതെങ്കിലും ഒരു ടീമിന് മഹാത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചേക്കാം. ഏറ്റവും കൂടുതൽ രസകരമായ കാര്യം അടുത്ത ഇനിയും നമുക്ക് MIയുടെ കളി കാണാനുള്ളത് എൽ ക്ലാസിക്കോയാണ്. ഇനി എന്തോന്ന് ക്ലാസിക്കോ കഴിഞ്ഞില്ലേ. ഫാൻസിന് വേണ്ടി നമുക്ക് അതെങ്കിലും പറഞ്ഞ് ആശ്വസിക്കാം. എന്തായാലും നമുക്ക് എന്താ ഈ മാച്ചിന്റെ വേറെ എന്താണ് പറയാനുള്ളത്? ഇന്ന് ഈ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ മാച്ചിൽ. ഒന്നും പറയേണ്ട മൊത്തത്തിൽ കാര്യമില്ല. ഫ്ലോപ്പ് ആയിരുന്നു. നമ്മൾ എല്ലാം ത്വാത്വികമായിട്ടുള്ള കാണുന്ന അവനോടൊന്നും വേണ്ട, ഏതൊരാൾക്കും തോറ്റു. മനസ്സിലാവുന്ന കാര്യം. അതെ, അടിമുടി തോറ്റു, അത്രേ ഉള്ളൂ. അത് അടിമുടി തോറ്റു എന്ന് പറഞ്ഞാൽ ടോസിൽ നിന്ന് തന്നെ മണ്ടത്തരം കാണിച്ചു തോറ്റു. എനിക്ക് സത്യം പറഞ്ഞ ഒരു അള്ളാഹസൻഫറിന്റെ കൊണ്ടുവരാതൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ആവുന്ന വിക്കറ്റൊക്കെ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറയണ്ടെന്ന് അറിയാൻ വയ്യപ്പോയി. ഇത് വേറെ മുംബൈയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഈ ചെന്നൈയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ടീമുകളൊക്കെ ഒന്ന് ടൂർണമെന്റ് ഒന്ന് ഓണായി നിൽക്കണമെങ്കിൽ ഈ കളി മുംബൈ ജയിക്കണമെന്നുള്ളത് ഇതുള്ളത് കൊണ്ടാണ്. അതെ, അതുകൊണ്ടാണ്. അല്ലാതെ മുംബൈ ഇപ്പം ഹാർദിക് പാണ്ഡ്യയുടെ അണ്ടറിൽ ജയിക്കണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. മിക്കവാറും അടുത്ത വർഷം തിലക് വർമ്മയാണ് കൊണ്ടുവരായിരിക്കും. അതാ സംഭവിക്കാൻ പോകുന്നത്. തിലക് എൻ്റെ അഭിപ്രായത്തിൽ വർമ്മ അവരുടെ സ്റ്റാറ്റിക്കൽ ബാക്കി ടീമിനെ എല്ലാത്തിനും തന്നെ അടിച്ചു. പിരിച്ചുവിടണം, കോച്ചസിനെ മാറ്റണം, മാനേജ്മെന്റിന് നല്ല അഴിച്ചുപണി നടത്തണം. അല്ലാതെ മുംബൈ രക്ഷപ്പെടത്തില്ല. കഴിഞ്ഞ 5-6 വർഷമായിട്ട് മുംബൈയുടെ അവസ്ഥ പരിതാപകരമാണ്. ഈ വർഷം നല്ല എത്ര 2020 കപ്പടിച്ചതിന് ശേഷം പച്ച സീസണാണ് തൊട്ടിട്ടില്ല. സീസൺ തുടങ്ങുമ്പം. സെയിം മിസ്റ്റേക്ക്. ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ക്ലാസ് ടീമുമായിട്ട് തുടങ്ങും. നമ്മൾ വിചാരിക്കുന്നത് ഈ ടീമിനെ ആർക്കടിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടൊരു സീസൺ തുടങ്ങും. അവസാനം ഒന്നാമത്തെ കാര്യം ഒന്നും ഞാൻ ഈ അല്ലാത്ത രീതിയിൽ പറഞ്ഞതാണ്. അതെ, ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞതാണ്. ഈ ടോപ്പ് ക്ലാസ് എന്നുള്ളൊരു പേരിനകത്തിൽ വെക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ അന്ന് പറഞ്ഞ കൂട്ട് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ ആള് ടീമിൽ വന്നുകൊണ്ടാണ് ഇന്ത്യ കപ്പ് അടിച്ചതും അതുകൊണ്ടാണ് ഇവരെല്ലാം വേൾഡ് കപ്പ് വിന്നിംഗ് മെമ്പേഴ്സ് ആയതും. ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ പരിപാടി തീർന്നേനെ. പിന്നെ ഇവരെ വെല്ലുന്ന രീതിയിലുള്ള 1, 2, 3 ടീം ഇന്ത്യയിൽ നിന്നുണ്ടാക്കാം. ഈ ടീമിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള 2, 3 ടീം ഇന്ത്യയിൽ നിന്ന് തന്നെ സുഖമായിട്ടുണ്ടാക്കാം. അതായത് അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള, അത്ര എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ആൾക്കാർ പുറത്ത് നിൽക്കുമായിരുന്നു. ഇപ്പം ഈ ഫേവറേറ്റിസം മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് ഇനി ഇന്ത്യൻ ടീമിൽ തുടരത്തില്ല. ഈ ഫേവറേറ്റിസം മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇന്ത്യയുടെ അടുത്ത ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ശ്രേയസ് അയ്യർ ആയിരിക്കണം. ഈ ഫേവറേറ്റിസം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയിൽ അടുത്ത വൈസ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആൾ രജത് പടിദാർ ആയിരിക്കണം. നടക്കുമോ? ഇല്ല, നടക്കത്തില്ല. അത് മാത്രമല്ല, ഇപ്പൊ ബ്രോയി പറഞ്ഞതിനകത്ത് ഒന്ന് രണ്ട് എതിരഭിപ്രായങ്ങളുണ്ട് എനിക്ക്. ഒന്ന്, സഞ്ജു സാംസൺ ഇല്ലാതെങ്കിൽ വേൾഡ് കപ്പ് നേടാൻ പറ്റില്ല. സഞ്ജു സാംസന്റെ ഈ നാൾ വഴികൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു നമുക്കൊരു ജസ്റ്റ് ഇത് പറഞ്ഞു പോകുമ്പോൾ സഞ്ജു സാംസൺ ഇല്ലായിരുന്നെങ്കിൽ കപ്പടിക്കത്തില്ലാന്ന് പറയാം. ഒരുപക്ഷെ ഇതിലും ബെറ്റർ ടീംസ് പുറത്തിരിപ്പുണ്ടെന്ന് പറയാം. പക്ഷേ ഹർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നിടത്തു നിന്ന്, ഗൗതം ഗംഭീർ കോച്ചായിട്ട് വരുന്നിടത്തു നിന്ന് ഈ ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഇതുണ്ട്. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് അഭിഷേക് ശർമ്മ ഇവരുടെ ഒരു ഇതുണ്ടല്ലോ, സ്ട്രാറ്റജി. അത് അഗ്രസീവായിട്ട് കളിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അഭിഷേക് ശർമ്മയും ടോപ്പ് ഓർഡറിൽ നിർത്തി അവിടെ വേറൊരു ബാറ്റ്സ്മാനെ കണ്ടെത്തുന്നു, സഞ്ജു സാംസനെ കൊണ്ടുവരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുൾ അറ്റാക്കിംഗ് മോഡിൽ കളിക്കുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് വരുന്നു. ആ ഒരു സമയത്ത് ഗൗതം ഗംഭീറിന്റെ ഓപ്ഷനാണ് ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻ ആവാതെ അടുത്ത ഓപ്ഷൻ, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ ആക്കുക എന്നുള്ളത്. അതിനപ്പുറം യോഗ്യതയൊന്നും സൂര്യകുമാർ യാദവിന് ആ സമയത്തില്ല ക്യാപ്റ്റനാണ്. വേറൊരു IPL ടീമിനെ ക്യാപ്റ്റൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ആ സമയത്ത് ഗൗതം ഗംഭീറിന്റെ ഒരു ഓപ്ഷനാണ്. ഹർദിക് പാണ്ഡ്യയുടെ കയ്യിൽ ക്യാപ്റ്റൻസി കൊടുക്കാൻ തീരെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പിന്നെ ഹർദിക് പാണ്ഡ്യ ആയിരുന്നു അതുവരെ വൈസ് ക്യാപ്റ്റൻ ഇന്ത്യയുടെ. അപ്പോൾ അത് മാത്രമല്ല, ഇന്ത്യ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹർദിക് പാണ്ഡ്യയിലേക്ക് വരേണ്ട ക്യാപ്റ്റൻസി അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരാളാണ് സൂര്യകുമാർ യാദവ്. അപ്പോൾ പ്ലാൻസും ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഗൗതം ഗംഭീറിന് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സൂര്യമായിട്ട് പറ്റി. ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം അവരുടെ സ്ട്രാറ്റജീസ് എല്ലാം വർക്കൗട്ടായി. അങ്ങനെ വന്ന് വേൾഡ് കപ്പിലേക്ക് വന്നു. സഞ്ജു സാംസൺ സ്വന്തം കയ്യിലിരിപ്പുണ്ട്. ടീമിൽ വേൾഡ് കപ്പ് തുടങ്ങിയ സമയത്ത് ടീമിൽ ഇല്ലാതായിപ്പോയി. പിന്നീട് ടീമിൻ്റെ ഒരു ഘട്ടത്തിൽ അവർ തെറ്റ് തിരുത്തി. അതായത് ലെഫ്റ്റ് ഹാൻഡേഴ്സ് 2 പേരെ വെച്ച് ഓപ്പൺ ചെയ്യിപ്പിച്ച ആ ഒരു സ്ട്രാറ്റജി അവർ തിരുത്തി സഞ്ജു സാംസനെ കൊണ്ടുവന്നു. അപ്പോൾ യാദൃശ്ചികമായിട്ട് ഇതെല്ലാം ഒത്തുവന്ന് നടന്നതാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സഞ്ജു സാംസൺ ഇല്ലായിരുന്നെങ്കിൽ കപ്പടിക്കത്തില്ലായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം എന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരുപക്ഷെ വേറൊരാൾ അടിച്ചേ, ഇപ്പോൾ സഞ്ജു സാംസൺ ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരാൾ ഒരുപക്ഷെ അടിക്കാം, നമുക്ക് പറയാം. അങ്ങനെ തീർത്ത് പറയാൻ പറ്റത്തില്ല. എല്ലാം കൂടെ ഒത്തു വന്നു എന്നുള്ളതാണ് ശരി. ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാവരും ആ ഒരു ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു എഫേർട്ട് 1-2 വർഷമായിട്ടുള്ള സ്ട്രാറ്റജി അവർ 1-2 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ എല്ലാം ഫലം ഉണ്ടല്ലോ ഇതിനകത്ത്.
പക്ഷെ അത് ഒരു 3 ഇന്നിങ്സ് കൊണ്ട് ഒരാളിലേക്ക് മാത്രം ഒതുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇനി സഞ്ജു സാംസണോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധം ഉണ്ടായിട്ടല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശരി, അപ്പോൾ ഇനി എന്താണ്, അടുത്തൊരു പ്രിവ്യൂ ഉണ്ട്, നാളത്തെ മാച്ചിൻ്റെ ഒരു പ്രിവ്യൂ വീഡിയോ ഉണ്ടാവും. ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ പ്ലീസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു താല്പര്യം തോന്നുന്നുണ്ടായിരിക്കുമല്ലോ കാണുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എൻഗേജ് ചെയ്യുക ഈ വീഡിയോ ആയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു ചാനൽ പെട്ടെന്ന് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ജെന്യുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ച് ഒരു എൻഗേജ്മെൻറ്റ് കിട്ടുകയും ഈ ഒരു വീഡിയോ കുറച്ചും കൂടെ ഒരു ഇത് വ്യൂസ് ഒക്കെ കിട്ടുവാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ സോ തീർച്ചയായിട്ടും അത് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നതിന് വരെ ബൈ. അരുൺ ബ്രോ, ബൈ.